അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇതൊരു ചീരയാണ്. ഇത് മലയോര ചീര എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചീരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ചീരയാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഇല ഉണ്ടോ, ഈ ഇലയും തണ്ടും എല്ലാം നമുക്ക് തോരൻ വെക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ചീരയാണ്. പക്ഷേ ഇത് കൂടുതലായിട്ടും മലയോര ഭാഗത്ത് ഇതിൻ്റെ വിത്താണ്. വിത്ത് പൊരിച്ചെടുത്തവരെന്തോ ആഹാര സാധനമായിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയത്തില്ലെങ്കിലും പക്ഷേ ഈ പൂവ് നല്ല ഭംഗിയാണ് കാണാൻ. പൂവിൻ്റെ ഭംഗി കണ്ടോ. അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ ഭംഗിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഇല ഞാൻ കുറച്ചൊക്കെ തോരൻ വെച്ച് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇല തോരൻ വെച്ച് നോക്കിയപ്പോൾ എന്താ ഇതാ അല്ല വലിയ കീടശല്യമോ പുള്ളിക്കുത്തോ ഒന്നും ഇല്ല ഇലയ്ക്ക്. നല്ല ഇലയാണ്, നല്ലതായിട്ട് ഇലയൊക്കെ വരുന്നത്. നല്ല കളറും ഒക്കെ ഉണ്ട്. തോരൻ വെക്കുമ്പോഴും നല്ല കളറുണ്ട്. പക്ഷേ ഇതിന് ബീട്രൂട്ടിൻ്റെ ഒരു ചുവയാണ് ഈ ഒരു ചീരയ്ക്ക് വരുന്നത്. അപ്പോൾ ടേസ്റ്റ് അല്പം കുറവാണെന്നുണ്ടെങ്കിലും ഈ സംഭവം ഭയങ്കര ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീരയാണ് ഇതിന്. അതായത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ കുറേ ചീര ഞാനിവിടെ ഇങ്ങനെ നട്ട് വളർത്തി. അപ്പം ഞാൻ ഈ ചീരയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം അധികം ആർക്കും അറിയാൻ വയ്യാത്ത ചീരയാണല്ലോ. അധികം ആർക്കും ഈ ചീരയെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്, അപ്പം അമേരിക്കയിൽ ഇത് ഒരു ക്രിസ്തുവിന് മുന്നേ തന്നെ BC 4000 മുന്നേ തന്നെ ഇവർ ഫുഡിനകത്ത് ഉപയോഗിക്കുന്ന മില്ലറ്റ്സ് പോലെ തന്നെ അവരുപയോഗിക്കുന്ന ഒരു ചീരയാണിത്. അപ്പം ഈ ചീര എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളല്ല അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ വിത്തുകളാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ തണ്ടുകളെല്ലാം ഭക്ഷ്യയോഗ്യമാണെങ്കിൽ തന്നെയും അതിന് വലിയ ടേസ്റ്റ് നമുക്ക് വലിയ ടേസ്റ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ വേറെ എന്തെങ്കിലും ഇലക്കറിയുടെ ഒപ്പം തന്നെ നമുക്ക് ചേർത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ വിത്ത് നമ്മളിപ്പം മില്ലറ്റ്സിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന സമയം, അതുപോലെ തന്നെ അവിടെ അവർ മില്ലറ്റ്സിന് പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഫുഡാണ് ഈ ചീരയുടെ വിത്ത്. അപ്പോൾ അവർ കുറേ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നു, എല്ലുകളുടെ ബലം കൂട്ടുന്നു, പിന്നെ മുടി കൊഴിച്ചിൽ നിർത്തുന്നു, ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഡയബറ്റീസിനെ നമ്മൾ മില്ലറ്റ്സ് ഉപയോഗിക്കുന്നത് തന്നെ ഡയബറ്റീസിനുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്ട്രോക്കും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫുഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിടത്തല്ല പല സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അമരാന്ത് ഗ്രെയിൻ ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഗുണങ്ങൾ നമുക്ക് കിട്ടും. സത്യത്തിൽ ഈ ചീര എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേ ഞാൻ ഇത്ര വലിയ ഗുണങ്ങളുള്ള കാര്യങ്ങളാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എനിക്കിത് മെയിനായിട്ട് എൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ട് തന്നെയാണ് ഞാനിത് എടുത്തത്.